നമ്മളിപ്പോൾ ഇവൾ ചെയ്തത് വളരെ ഒരു തെറ്റായ കാര്യം തന്നെയാണ്. ഒരു പ്രേമമുണ്ടായി എന്നുള്ളത്. ഇത്തരം അച്ചടക്കമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി പുറത്തു പോകുമ്പോൾ നിരന്തരമായിട്ട് പാരൻസ് അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരിക്കും, മോളെ ശ്രദ്ധിക്കണം, ഇങ്ങനെ ആരായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിന് പോകരുതെന്ന്. എന്നിട്ടും അവൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിന് പോയി എന്നുള്ളത് ഒരു തെറ്റു തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പെൺകുട്ടികൾ പുറത്തിറങ്ങി പോകുമ്പോൾ ഇത് സംഭവിക്കാനുള്ള സാധ്യത നമ്മുടെ ചുറ്റുപാടിലേറെയാണ്. മാത്രമല്ല, ഇന്നത്തെ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ ആ ഫോണിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാം പോലുള്ളൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾ ഇത്തരം ഫ്രണ്ട്ഷിപ്പിൽ ചെന്ന് പെടാനുള്ള സാധ്യത വളരെ അധികമാണ്. അതൊരു പക്ഷേ ഇവർ താല്പര്യമെടുത്തിട്ടാവാം. അതെങ്കിലും അവരെ പ്രേമിക്കുന്നവർ പ്രത്യേകം താല്പര്യമെടുത്തൊരു പെൺകുട്ടിനെ ഞാൻ അവളെ പ്രേമിച്ചേ തീരൂ എന്നൊരുത്തൻ മനസ്സിൽ വെച്ചാൽ എന്നെങ്കിലും ഒരിക്കൽ അവളെ വീഴ്ത്തിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതെന്തുകൊണ്ട് സംഭവിക്കാം? സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താണെന്ന് വിചാരിച്ചാൽ അതിൽ വിഷമിച്ചും ദുഃഖിച്ചും ഇരുന്നിട്ടൊരു കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ സഹോദരി പറയണത് ഒരു നിസ്സഹായാവസ്ഥയാണ് ഒരു ഉമ്മ എന്നുള്ളതിലേക്ക്. ഞാൻ എന്ത് ചെയ്യുമെന്നാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അവൾക്കും അതേ ഒരു നിസ്സഹായാവസ്ഥ ഉണ്ട്. ആർക്ക്? ഈ പെൺകുട്ടി. അവൾ ഇപ്പോൾ ഈ പ്രേമത്തിൽ പെട്ടുപോയത് കൊണ്ട് അത് വേണ്ടെന്ന് പറയാൻ അവൾക്ക് കഴിയുന്നില്ല. ഇനി അത് ഒഴിവാക്കിയാൽ വേറൊരാൾ ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിയുമോ എന്നുള്ള ഭയം അവൾക്കുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവളെ രക്ഷിച്ചെടുക്കുകയാണ് വേണ്ടത്. അത് രക്ഷിച്ചെടുക്കാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, നിൻ്റെ ഭാവി ജീവിതത്തെ ഇത് പ്രതികൂലമായി ബാധിക്കും എന്നെന്ത് ചെയ്യണം, റീസണബിളായി അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ വെച്ചുകൊണ്ട് അവളെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ അവൾ നോ പറയും. അത് സംശയമില്ല. കാരണം അവർക്ക് അവരുടെ ജീവിതം വളരെ വലുതാണ്. അത് അവർക്ക് ബോധ്യപ്പെടുമ്പോഴാണ് അതുണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ പറയണത് ഇപ്പോഴും ഈ ഉമ്മ ചെയ്യേണ്ട കാര്യം, കാരണം അവൾ ഇതിൽ നിന്ന് മാറി വരുമോ മാറി വരില്ലേ എന്നത് നമ്മുടെ എല്ലാ പരീക്ഷണങ്ങളും നടത്തിയിട്ട് മാറി വരില്ല എന്ന് നമുക്ക് 100% ഉറപ്പാകുമ്പോഴാണ് നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. അത് കല്യാണമാക്കണോ നടത്തണോ വേണ്ടതൊക്കെ. നേരെ വെച്ച് മാറി വരും എന്നാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ അവസാനിച്ചില്ലേ. അപ്പോൾ അതിനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം നടത്തുന്ന പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് കോഴ്സുകൾ, അതേപോലെ അവർക്കുള്ള റെസിഡൻഷ്യൽ ക്യാമ്പുകൾ, അതല്ലെങ്കിൽ അവരോട് വളരെ വിദഗ്ധമായി സംസാരിക്കാൻ പറ്റുന്ന ലേഡീസോ ജെൻസോ ആയിട്ടുള്ള കൗൺസിലേഴ്സ്, അപ്പോൾ ഇത്തരം ആളുകളിലേക്ക് കൊണ്ടു ചെന്നിട്ട് എന്ത് ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ പതിവും ഇങ്ങനത്തെ കുട്ടികൾ എന്ത് ചെയ്യും, അങ്ങനെ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ പ്രേമം ഒഴിവാക്കാനാണല്ലോ എന്ന നിലക്ക് അവരെന്ത് ചെയ്യും, പോകാൻ തയ്യാറാതിരിക്കും. ഇനി പോയാൽ തന്നെ അവരോട് സംസാരിക്കാൻ എന്താവില്ല, തയ്യാറാവില്ല. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഒക്കെ ഞാൻ സെറ്റിൽ ചെയ്തോളാം എന്ന് പറഞ്ഞവിടെ സമ്മതിച്ചിട്ട് അവരെന്ത് ചെയ്യും, തിരിച്ചു വന്നിട്ട് വരും. ഇതൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് വിചാരിച്ചാൽ, പിന്നെ സത്യസന്ധമായിട്ട് മകളോട് പറയാം, എന്താണ്, എന്തായാലും നീ ഇതിൽ കുടുങ്ങിപ്പോയി, ഞങ്ങൾക്കിത് നടത്തി തരാനും പറ്റില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഏതെങ്കിലും നിലക്ക് നിനക്കിത് ബോധ്യപ്പെട്ട് നിൻ്റെ ഇഷ്ടത്തോടു കൂടെ നിനക്കിതിന് പിന്തിരിയാൻ പറ്റുകയാണെങ്കിൽ നിനക്ക് പിന്തിരിഞ്ഞൂടെ? അതെ, അല്ലെങ്കിൽ പിന്തിരിയേണ്ട. അപ്പോൾ എന്ത് ചെയ്യണം, അത്തരത്തിലൊരു സംസാരത്തിന്, ഇതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു സംസാരത്തിന് ദയവ് ചെയ്യിച്ച് ഞങ്ങൾക്ക് വേണ്ടി നീ തയ്യാറാവണം. അതിന് നീ സംസാരിക്കാൻ റെഡിയാവണം. അവിടുന്ന് എടുക്കുന്ന തീരുമാനം ഞങ്ങൾ അംഗീകരിച്ചോളാം എന്ന് പറയുമ്പോൾ ഏത് പെൺകുട്ടിയെ സമ്മതിക്കാർക്ക്? കാരണം അവളുടെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുകയാണല്ലോ. അത് പോസിറ്റീവായിട്ട് നെഗറ്റീവാകട്ടെ. അപ്പോൾ അവരെന്ത് ചെയ്യും, സത്യസന്ധമായി അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്തതിൻ്റെ വിഷമം എന്താണെന്ന് അവർ പറയും. അപ്പോൾ നല്ലൊരു ദീനിയായിട്ട് അറിയുന്ന ഒരു നല്ല മനഃശാസ്ത്രമായിട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവളുടെ ആ മനസ്സിൽ നിന്നുകൊണ്ട് അവളെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അവളുടെ ആ ഒരു അവസ്ഥ, നിസ്സഹായാവസ്ഥ ഉണ്ടല്ലോ, അതിൽ നിന്നുകൊണ്ട് അവളെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അത് അവൾ അതിന് വഴങ്ങും, അവൾ കേൾക്കും. അപ്പോൾ അത് സാധ്യമല്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്തരം ശ്രമങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നിരാശപ്പെടുകയും വിഷമിക്കുകയൊക്കെ ചെയ്യേണ്ടത്. സാധ്യതകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.